കാസർഗോഡ് കോൺഗ്രസിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിൽ തല്ല്. DCC വൈസ് പ്രസിഡന്റും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റും DCC ഓഫീസിൽ തമ്മിലടിച്ചു. ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭിച്ചു. കയ്യാങ്കളി നടന്നത് പരിശോധിക്കുമെന്ന് KPC വൈസ് പ്രസിഡന്റ് M. ലിജു പറഞ്ഞു. ദൃശ്യങ്ങൾ പാർട്ടി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മര്യാദകൾക്ക് വിരുദ്ധമായി പെരുമാറുന്നവരാരാണെങ്കിലും അവർക്കെതിരെ പാർട്ടിക്ക് നടപടി സ്വീകരിക്കേണ്ടി വരും. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ തരും. അതെന്തോ ചെറിയ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് കേട്ടത്. പുറത്ത് എന്തോ സംസാരിച്ചു. ആരാണെങ്കിലും ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, സീറ്റ് തർക്കത്തെ ചൊല്ലിയുള്ള തമ്മിലടി ഇന്നലെ പാലക്കാട്, ഇന്ന് കാസർഗോഡ് ഏത് ഭാഗത്താണ് ഇങ്ങനൊരു സംഘർഷം ഉണ്ടാകുന്നത്? ഏത് സീറ്റിനെ ചൊല്ലിയായിരുന്നു? പ്രജീഷ്, കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ഡിവിഷനിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായിരുന്നില്ല. അത് DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ടായിരുന്ന അമർഷവും പ്രതിഷേധവുമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ M. ലിജു, KPCC വൈസ് പ്രസിഡന്റായ M. ലിജു നേരിട്ട് പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിനിടയിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പോഷക സംഘടനാ നേതാവും അതോടൊപ്പം തന്നെ DCC വൈസ് പ്രസിഡന്റും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയുണ്ടായത്. പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞാൽ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഏറ്റുമുട്ടലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളായിട്ടുള്ള ജെയിംസ് പന്തമാക്കൻ എന്ന് പറയുന്ന വ്യക്തി മുൻപ് കോൺഗ്രസ് വിമതനായൊക്കെ തന്നെ ചിറ്റാരിക്കാൽ ഡിവിഷൻ പ്രദേശത്ത് വലിയ രീതിയിൽ പ്രവർത്തിച്ചു വന്ന് ഈസ്റ്റ് എടരി പഞ്ചായത്തിന്റെ ഭരണം കൈയാളിയിരുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിമതന്മാരുടെയും റിബലുകളുടെയും ഒക്കെ തന്നെ ഭീഷണി ജില്ലയിൽ വ്യാപകമായി നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാവുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല എന്നുള്ള വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇതല്ല ഇതിനപ്പുറത്തേക്കും നമ്മൾ ഇനി കാണേണ്ടി വരും. കാരണം 1-2 ദിവസം കൂടി കഴിഞ്ഞാൽ നോമിനേഷൻ പ്രോസസ്സിലൊക്കെ ഉള്ള നടപടിക്രമങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം സീറ്റ് കിട്ടാത്ത ആളുകൾ നേരത്തെയൊക്കെ തന്നെ കച്ചകെട്ടി ഇറങ്ങിയ ആളുകൾക്ക് അവർക്കൊക്കെ സീറ്റ് കിട്ടാതെ പോകുമ്പോഴുണ്ടാകുന്ന പൊട്ടിത്തെറി, വിമത സ്വരങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ തമ്മിൽ തല്ലായി കയ്യാങ്കളിയായി പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്.